മറ്റു വാർത്തകളിലേക്ക്. വയനാട് മേപ്പാടിയിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച അറുമുഖന്റെ മൃതദേഹം അല്പസമയത്തിനകം സംസ്കരിക്കും. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം വീട്ടിലെത്തിച്ചു. അതിനിടെ മേപ്പാടി എരുമക്കൊല്ലിയിലെ കാട്ടാനയെ മയക്കുവെടിവെക്കാൻ ഉത്തരവിറങ്ങി. അനീസ് വിശദാംശങ്ങൾ നൽകും. അനീസ്, മയക്കുവെടി വെക്കാൻ ഉത്തരവിറങ്ങിയിരിക്കുന്നു. ഉദ്യോഗസ്ഥരെല്ലാം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടോ? എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം? നമ്മളിപ്പോൾ DFOയുടെ പ്രതികരണം നേരത്തെ നമ്മൾ ലഭ്യമാക്കിയിരുന്നു. അതൊരു പക്ഷേ നമുക്കിപ്പോൾ കേൾക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഹൃദയഭേദകമായ രംഗങ്ങളാണ് മൃതദേഹം ഇവിടെ എത്തിച്ചപ്പോൾ വീട്ടിൽ നമ്മൾ കാണാനുണ്ടായത്. ഈ നിൽക്കുന്നത് അറുമുഖന്റെ വീട്ടിലാണ്. ഇവിടെ അതിദാരുണമായ, അതായത് ഈ മൃതദേഹം എത്തിക്കുന്ന സന്ദർഭത്തിൽ ഇവിടെ കൂടിയിരുന്ന ആളുകളും അതുപോലെ തന്നെ തിരുനെൽവേലിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ബന്ധുക്കളെല്ലാവരും എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്ത തരത്തിൽ വലിയ പ്രയാസകരമായ സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഏറ്റവും പ്രയാസപ്പെടുത്തുന്ന കാര്യം എന്ന് പറയുന്നത്, ഇത് ഒരു മരണം ഉണ്ടാകുമ്പോൾ അപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ആനയെ തുരത്തുകയൊക്കെ ചെയ്യുക എന്നതും ഒഴിച്ചു നിർത്തിയാൽ ശാശ്വതമായി ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ ആക്ഷേപം. കാരണം കഴിഞ്ഞ 10 വർഷത്തിനിടെ 8 ആളുകൾ ഈ മേപ്പാടി പഞ്ചായത്തിൽ മാത്രം മരിച്ചു എന്നതാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും കഴിഞ്ഞ തവണ ഇപ്പോൾ നമ്മോട് സംസാരിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഊരുമൂപ്പൻ കൃഷ്ണേട്ടൻ പറഞ്ഞത് ഈ 8 ആൾ എന്നത് തനിക്ക് നേരിട്ടറിയാവുന്ന ആളുകളാണ്. എല്ലാവരും തന്റെ കുടുംബാംഗങ്ങളെ പോലെ കഴിഞ്ഞ ആളുകളാണ്. ആ ആളുകളൊക്കെ മരിച്ചു പോകുന്നത് തങ്ങളുടെ കൺമുമ്പിലാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു മരണം ഉണ്ടായി എന്നതുകൊണ്ട് തന്നെ നാളെ ഇതുണ്ടാകില്ല എന്നത് പറയാൻ കഴിയില്ല. അപ്പോൾ നമ്മോട് സംസാരിക്കുന്ന മനുപ്രസാദ് തന്റെ അച്ഛൻ മരിച്ച ഒരു യുവാവാണ്. അദ്ദേഹം പറയുന്നത് ഇത് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വന്ന് ചില കാര്യങ്ങൾക്ക് പറയും, അതിനുശേഷം നഷ്ടപരിഹാരം കൊടുക്കും, അതിനുശേഷം വീണ്ടും ഒരു ആനയുടെ ആക്രമണം ഉണ്ടാകില്ല എന്ന് സ്ഥിരീകരിക്കാവുന്ന ഒന്നും തന്നെ സംഭവിക്കുന്നില്ല എന്നതാണ്. മനുപ്രസാദ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മനു, എന്താണ് ഇപ്പോൾ ഏറ്റവും അവസാനം കുറേ നേരമായിട്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഒരു സാഹചര്യം. ഇത് ഇപ്പോൾ നേരത്തെ DFO കുറെ കാര്യങ്ങൾ നമ്മോട് സംസാരിച്ചു, അതുപോലെ ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞിട്ടുണ്ടായി. ഈ വാഗ്ദാനങ്ങൾ കേൾക്കുമ്പോൾ എന്താ തോന്നുന്നു? ഒറ്റ വാക്കിൽ വാഗ്ദാനം നമ്മൾ കേൾക്കുമ്പോൾ എന്താ, ഇതിപ്പോൾ ഒരു 10 വട്ടമായിട്ട് കേൾക്കുന്ന വാഗ്ദാനം തന്നെയാണ്. ഇതിലൊന്നുപോലും ഇതുവരെ പാലിച്ചിട്ടില്ല. ഇനി പാലിക്കൂല അവർ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ മെയിനായിട്ട് ഒരു ആവശ്യം കൂടി കൂടുതലായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, DFOനോട് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത് ഇവിടെ ഫോറസ്റ്റിലെ ആൾക്കാർ കുറവാണ്, ഓഫീസേഴ്സ് കുറവാണ്. ഇവിടെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പുറത്തൊരു പ്രശ്നം വന്നാൽ ഒരങ്ങോട്ട് പോകും. വണ്ടിയില്ല, ഫോറസ്റ്റിന് വണ്ടിയും ഇല്ല, ആൾക്കാരും ഇല്ല. ഒന്നാമത് ഒരു മെയിനായിട്ട് ഒരു ഫസ്റ്റ് ചെയ്യേണ്ടത് ഫോറസ്റ്റിലേക്ക് ആൾക്കാരെ എടുക്കണം. ഇത്രയും വലിയ ഡിവിഷനും കവർ ചെയ്യാൻ വേണ്ടിയുള്ള ഫോഴ്സ് ഇപ്പോൾ നിലവിൽ ഫോറസ്റ്റിലില്ല. അത് ചെയ്താൽ തന്നെ പകുതി പ്രശ്നം തീരും. പിന്നെ ഇതേപോലെ ഈ നമുക്ക് തന്ന വാക്ക് ഇനി ഇത് ആവർത്തിക്കരുത്. ഇനി അടുത്ത ആൾ മരിക്കുമ്പോൾ ഇതേപോലെ വാഗ്ദാനം തന്നു പോകാൻ ഇടവരരുത്. തീർച്ചയായും മനുപ്രസാദ് അച്ഛൻ മരിച്ച ഒരു യുവാവാണ്. കാരണം ഏതാനും വർഷം മുമ്പ് ഇതേപോലെ തന്നെ ആനയുടെ ആക്രമണത്തിലാണ് അദ്ദേഹത്തിന് പ്രിയപ്പെട്ട പിതാവ് നഷ്ടപ്പെട്ടത്. അത് ഇങ്ങനെ ചേച്ചി നേരത്തെ ഒരാളുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു. പറഞ്ഞു കഴിഞ്ഞതാ. ആരായിരുന്നു അവര് പറഞ്ഞ ആനയുടെ? അത് നമ്മളെ ഇളമ്പലേരി ഒരു കാക്ക രാവിലെ 7 മണിക്ക് പോകുമ്പോൾ ആ കോടയിൽ ഇങ്ങനെ കൊണ്ടിട്ട് പെട്ടെന്ന് കയറി നിലത്തടിച്ച് എത്ര വർഷമായി? ഒന്നര കൊല്ലായി. അവസ്ഥ അത്യം പോയി, കയ്യും കാലൊക്കെ തല്ലി ഒടിച്ച് ഏലക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞ ആന അതേ ആനയാണ് ഇതെന്ന് സംശയമുണ്ട്. കൂലിപ്പണിക്ക് രാവിലെ പോവായിരുന്നു. രാവിലെ കൂലിപ്പണിക്ക് ചോളമലന്ന് വന്നതാണ് മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അയാൾ പള്ളിയിൽ ഉസ്താദാണ്. ഉസ്താദ് പണി എടുത്തിട്ട് തകയിനിൽ കുടുംബച്ചെലവിന് കഴിഞ്ഞു പോകണില്ല അറിഞ്ഞിട്ടാണ് അയാൾ പണിക്ക് വന്നത്. 2 ആഴ്ച പണിയെടുത്തിട്ട് 3-ാമത്തെ ആഴ്ച ശനിയാഴ്ച ആണ തട്ടിയിട്ട്. ആ കുടുംബത്തിന്റെ സ്ഥിതി എന്തായിരിക്കും എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ചോളി. തീർച്ചയായും അങ്ങനെ കുടുംബത്തിന്റെ അത്താണി നഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അവർ പറയുന്നത്. ഇതുപോലെ നിരന്തരം ആളുകൾ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു ശാശ്വതമായ പരിഹാരം ഇതിന് ഇപ്പോഴും ആയിട്ടില്ല എന്നാണ്. എന്താ നമ്മൾ നിൽക്കുന്നത് ഈ അറുമുഖന്റെ വീട്ടിലാണ്. ഇവിടെ മരണത്തിന് സംസ്കാര നടപടികളെല്ലാം കൊല്ലപ്പെട്ട അറുമുഖന്റെ വീട്ടിൽ നിന്നാണ് ഞങ്ങളുടെ പ്രതിനിധി അനീസ് വിശദാംശങ്ങൾ നൽകി.